പാകിസ്ഥാനിൽ പോയി നമുക്ക് ആർക്കെങ്കിലും മുൻകൂർ അനുമതിയില്ലാതെ ഇന്ത്യയുടെ ദേശീയ ഗാനം അവിടെ ആലപിക്കാൻ കഴിയുമോ? നേപ്പാളിലോ ബംഗ്ലാദേശിലോ ചൈനയിലോ ശ്രീലങ്കയിലോ പോയി നമുക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കുമോ? ഇല്ല എന്നാണ് ഉത്തരം. പക്ഷേ പാകിസ്ഥാൻ്റെ ദേശീയ ഗാനം, നേപ്പാളിൻ്റെ ദേശീയ ഗാനം, ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനം ഒക്കെ ഇന്ത്യയിൽ ആലപിക്കാൻ കഴിയും. അങ്ങനെ ആലപിക്കാൻ കഴിയുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് നമ്മുടെ രാജ്യത്തെ മുത്തശ്ശി പാർട്ടിയായ കോൺഗ്രസ്. കഴിഞ്ഞ ദിവസം ആസാമിലാണ് അത് സംഭവിച്ചത്. കോൺഗ്രസ് സംഘടിപ്പിച്ച സേവാദളിൻ്റെ ഒരു പരിപാടിയിൽ വളരെ മുതിർന്ന കോൺഗ്രസ് നേതാവ് ബിദു ഭൂഷൺ ദാസ് എന്ന മുതിർന്ന കോൺഗ്രസ് നേതാവാണ് ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനം ആലപിച്ചത്. അമർ സോന ബംഗ്ല എന്നാരംഭിക്കുന്ന ആ ഗാനം രചിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ ആണെങ്കിലും ഇപ്പോഴത് ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനമാണ്. ഈ ദേശീയ ഗാനം ഇദ്ദേഹം ആലപിച്ചത് ശ്രീഭൂമി എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ചാണ്. അതായത് ബാരക് വാലി എന്ന് പറയുന്ന ആസാമിലെ ഒരു പ്രദേശത്ത് വരുന്ന അതിർത്തി ഗ്രാമമാണ് ശ്രീഭൂമി. ഇതിൻ്റെ നേരത്തെയുള്ള പേര് കരീംഗഞ്ച് എന്നായിരുന്നു. വിഷയം വളരെ ഗൗരവത്തിലെടുത്തിരിക്കുകയാണ് ആസാമിലെ ഹിമന്ത ബിശ്വാസ് ശർമ്മ. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അന്വേഷണ റിപ്പോർട്ട് കിട്ടുന്ന മുറയ്ക്ക് അത് കേന്ദ്രത്തിലേക്ക് കൂടി റിപ്പോർട്ട് ചെയ്യും എന്നാണ് അറിയുന്നത്. മാത്രമല്ല, ഇത്തരത്തിൽ ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട് ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനം കോൺഗ്രസിൻ്റെ ഒരു പരിപാടിയിൽ ആലപിച്ചത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ നോക്കിക്കാണണം എന്നാണ് അദ്ദേഹം പറയുന്നത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, ബംഗ്ലാദേശിൻ്റെ ഇടക്കാല ഭരണാധികാരി മുഹമ്മദ് യൂനസ് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ 7 സംസ്ഥാനങ്ങളുണ്ട്. സപ്തസുന്ദരികൾ, സപ്ത സഹോദരിമാർ എന്നൊക്കെയാണ് അവർ അറിയപ്പെടുന്നത്. ആസാം തുടങ്ങി അരുണാചൽ, മേഘാലയ, ത്രിപുര, അങ്ങനെ തുടങ്ങി നിരവധി, മണിപ്പൂർ അടക്കം നിരവധി സംസ്ഥാനങ്ങളുണ്ട്. ആ 7 സംസ്ഥാനങ്ങളെ ബംഗ്ലാദേശിനോടൊപ്പം ചേർത്തുകൊണ്ടൊരു ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്ന ഭൂപടം വരച്ച് അത് പാകിസ്ഥാൻ്റെ സംയുക്ത സൈനിക മേധാവിക്ക് സമ്മാനിച്ചു. വളരെ ഗൗരവത്തിലാണ് ഇന്ത്യ ഈ കാര്യം നോക്കിക്കണ്ടത്. നയതന്ത്ര തലത്തിൽ നമ്മൾ ശക്തമായി പ്രതിഷേധിക്കുകയും പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് സംബന്ധിച്ച്. ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസിൻ്റെ ഇത്തരത്തിലുള്ള ഒരു നടപടിയെ ആസാം സർക്കാർ വളരെ ഗൗരവത്തിൽ നോക്കിക്കാണുന്നത്. ഈ സേവാദളിൻ്റെ ഒരു എക്സിക്യൂട്ടീവ് യോഗമാണ് അവിടെ നടന്നത്. ആ യോഗത്തിൽ എന്തിന് ഈ ദേശീയ ഗാനം ആലപിക്കുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ കോൺഗ്രസ് നേതാക്കൾക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. BJP ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അവർ പറയുന്നത് കോൺഗ്രസ്സിന് ദേശാഭിമാനമില്ല, മറിച്ച് ബംഗ്ലാദേശിനോടാണ് പ്രതിപത്തി എന്നാണ് ആസാമിലെ BJP നേതാക്കൾ ആരോപിക്കുന്നത്. നമുക്കറിയാം, അവിടെ കോൺഗ്രസിൻ്റെ ഉപമുഖ്യമന്ത്രിയായിരുന്ന ആളാണ് ഹിമന്ത ബിശ്വാസ് ശർമ്മ. അദ്ദേഹം കോൺഗ്രസ് വിട്ട് രാഹുൽ ഗാന്ധിയുടെ നിരുത്തരവാദപരമായ സമീപനത്തിൽ പ്രതിഷേധിച്ച്, ദേശീയതയോടുള്ള വിരുദ്ധ മനോഭാവത്തിൽ പ്രതിഷേധിച്ച് താൻ കോൺഗ്രസ് വിടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് വന്നതും BJPയുടെ മുഖ്യമന്ത്രിയായതും. അദ്ദേഹം വന്നതിന് ശേഷം BJPക്ക് അവിടെ വലിയ നേട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഈ ശ്രീഭൂമി എന്ന് പറയുന്ന കരീംഗഞ്ചിൽ ബംഗ്ലാദേശി സംസാരിക്കുന്ന, ബംഗ്ലാ ഭാഷ സംസാരിക്കുന്ന ആൾക്കാർ കൂടുതലുണ്ട്. ഇതൊക്കെ സംശയാസ്പദമാണ്. ഇവർ ശരിക്കും ആസാമികളാണോ അതോ ആസാമിലേക്ക് നുഴഞ്ഞു കയറിയവരാണോ എന്നൊക്കെയുള്ള ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട്. എന്തായാലും ഈ ബിദുഭൂഷൺ ദാസ് ആലപിച്ച ബംഗ്ലാദേശി ദേശീയ ഗാനം വിരൽ ചൂണ്ടുന്നത് വലിയ ഗൗരവമുള്ള വിഷയങ്ങളിലേക്കാണ്. ഒരു കോൺഗ്രസ് നേതാവ് രവീന്ദ്രനാഥ ടാഗോർ രചിച്ച ഒരു ഗാനം ആലപിച്ചു എന്നല്ല അതിനെ കാണുന്നത്. മറിച്ച് ഈ പ്രത്യേക സാഹചര്യത്തിൽ മുമ്പെപ്പോഴെങ്കിലുമാണ് ഇത് ചെയ്തിരുന്നതെങ്കിൽ ഒരു പക്ഷേ ഇത് വലിയ ഗൗരവം ഇതിന് കിട്ടില്ലായിരുന്നു, വലിയ ശ്രദ്ധ ഇതിലേക്ക് പോകില്ലായിരുന്നു.
ഇപ്പോൾ ഈ ഇന്ത്യയുടെ ഭൂപടം അടർത്തി മാറ്റി 7 സംസ്ഥാനങ്ങളെ അതിൽ നിന്ന് അടർത്തി മാറ്റി ബംഗ്ലാദേശിൻ്റെ ഭൂപടത്തോടൊപ്പം ചേർത്ത് ഒരു പുതിയ ബംഗ്ലാദേശ്, ഗ്രേറ്റർ ബംഗ്ലാദേശ് ഭൂപടം ബംഗ്ലാദേശ് തന്നെ നിർമ്മിച്ച് അത് പാകിസ്ഥാന് കൈമാറിയ സാഹചര്യത്തിൽ ഇതിന് വലിയ മാനങ്ങൾ കൽപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നിസ്സാരമായിട്ട് അവസാനിക്കില്ല. തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് ആഴത്തിൽ അന്വേഷിക്കുമെന്ന് ഉറപ്പാണ്. നമുക്കറിയാം, ഹിമന്ത ബിശ്വാസ് കോൺഗ്രസിനെ പൂട്ടാൻ കിട്ടുന്ന ഒരവസരവും അദ്ദേഹം കളയില്ല. കാരണം അദ്ദേഹത്തിനെ കോൺഗ്രസിൽ നിന്ന് അപമാനിച്ച് ഇറക്കി വിടുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആസാമിൽ നിന്ന് കോൺഗ്രസിനെ തൂത്തെറിയണം എന്ന് അദ്ദേഹത്തിന് വലിയ താല്പര്യമുണ്ട്. മറ്റൊരു വിഷയം കൂടി അവിടെ ഉണ്ട്. ആസാമിൽ കോൺഗ്രസിന് നേതൃത്വം നൽകുന്നത് തരുൺ ഗൊഗോയിയാണ്. ഈ തരുൺ ഗൊഗോയിയുടെ ഭാര്യ പാകിസ്ഥാനുമായിട്ട് വളരെ അടുത്ത് ബന്ധമുള്ളയാളാണെന്നും പാക് ചാരസംഘടനയായ ISIയുടെ മുതിർന്ന ഉദ്യോഗസ്ഥന്മാരുമായിട്ട് അവർക്ക് വളരെ ആഴത്തിൽ ബന്ധമുണ്ടെന്നുമാണ് പറയപ്പെടുന്നത്. അത്തരത്തിലുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും നിരവധി ഉയരുകയും അവർക്കെതിരെ പലപ്പോഴും അന്വേഷണങ്ങൾ നടക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരു കാര്യം സത്യമാണ്, ഇതേക്കുറിച്ച് വളരെ ആഴത്തിൽ അന്വേഷിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച് ഈ ആസാമിലെ നുഴഞ്ഞുകയറ്റം, ആസാമിൽ നമുക്കിപ്പോൾ അറിയാം അവിടെ SIR സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ ഒരു പ്രത്യേക പദ്ധതിയായിട്ട് നടപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സാധാരണ മറ്റ് സംസ്ഥാനങ്ങളിൽ കേരളത്തിലോ ബംഗാളിലോ തമിഴ്നാട്ടിലോ നടത്തുന്നത് പോലെയല്ല ആസാമിൽ NPR നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നിരവധി നിയമ നടപടികൾ അവിടെ പുരോഗമിക്കുന്നുണ്ട്. കോടതിയിൽ കേസുകൾ നടക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ ആസാമിലെ SIR വളരെ ശ്രദ്ധാപൂർവം നടപ്പാക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ അതിന് വലിയ പ്രാധാന്യം നൽകി പ്രത്യേക പദ്ധതിയായിട്ട് തന്നെ രൂപീകരിച്ച് അതവിടെ നടപ്പാക്കും എന്നാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞത്. ഈ പശ്ചാത്തലത്തിൽ വേണം അത്തരത്തിൽ ആസാമിൽ വലിയ രീതിയിൽ നുഴഞ്ഞുകയറ്റം നടന്നിട്ടുണ്ട്. അവിടെ ഏതാണ്ട് 65 ലക്ഷം ഏക്കർ ഭൂമിയാണ് കയ്യേറിയിരിക്കുന്നത് നുഴഞ്ഞുകയറ്റക്കാർ. ഏതാണ്ട് അതിൽ ഒരു ലക്ഷം ഏക്കറിൽ കൂടുതൽ ഭൂമിയാണ് ഇതുവരെ തിരിച്ചു പിടിക്കാൻ സാധിച്ചത് കഴിഞ്ഞ 4 വർഷം കൊണ്ട്. അപ്പോൾ ഈ നുഴഞ്ഞുകയറ്റക്കാരെ മുഴുവനും കണ്ടെത്തി അവിടുന്ന് പുറത്താക്കി ആ ഭൂമി തിരിച്ചെടുക്കുന്നത് വരെ ആസാം സർക്കാരിന് വിശ്രമമില്ല. ഈ പശ്ചാത്തലമെല്ലാം മുന്നിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ ഈ ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനം അമർ സോന ബംഗ്ല എന്ന ഗാനം കോൺഗ്രസിൻ്റെ ശ്രീഭൂമിയിലെ സേവാദൾ എക്സിക്യൂട്ടീവ് യോഗത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് ബിദുഭൂഷൺ ആലപിച്ചത് എന്ന് നമ്മൾ വിലയിരുത്തേണ്ടത് ഈ പശ്ചാത്തലത്തിൽ വേണം. അതുകൊണ്ട് തന്നെ ഇതിന് പതിവില്ലാത്ത, മുമ്പെങ്ങുമില്ലാത്ത ഒരു പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നുണ്ട്. തരുൺ ഗൊഗോയും അദ്ദേഹത്തിൻ്റെ കുടുംബവും ഈ പാകിസ്ഥാനുമായിട്ട് കൂടുതൽ ബന്ധം വയ്ക്കുന്നതും വലിയ അപകട സൂചന നൽകുന്നതായിട്ടാണ് BJPയുടെ ആരോപണം. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം മുന്നിൽ വെച്ചുകൊണ്ട് ഈ വിഷയം സമഗ്രമായി അന്വേഷിക്കും എന്നാണ് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വാസ് ശർമ്മ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം ഇത് എന്താണ് ആസാമിൽ സംഭവിക്കാൻ പോകുന്നത്. കോൺഗ്രസ് എന്ത് പ്രേരണയാലാണ് ഈ ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനം ഒരു സേവാദളിൻ്റെ ഒരു ചടങ്ങിൽ, ഒരു എക്സിക്യൂട്ടീവ് യോഗത്തിൽ ആലപിച്ചത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കെല്ലാവർക്കും ശ്രദ്ധയോടെ കാത്തിരിക്കാം.